Morning. Okay. Okay. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മള് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഓരോരുത്തരുടെയും പങ്ക് എന്നുള്ള ആ ഒരു പോർഷനാണ് നമ്മൾ നോക്കിയത് അല്ലെ. ദ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് അവരുടെ പങ്ക് എന്താണ്, ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ദ ഹെൽത്ത് കെയർ മാനേജർ, അവിടെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. യെസ്. അപ്പൊ അതിനകത്ത് നമ്മള് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ദ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് പറഞ്ഞതാണ്. ഇനി അടുത്ത് നോക്കിയേ, ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ. ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്താണ് പങ്ക് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. നോക്കിയേ, the health staff provider can provide quality care if or she has sufficient knowledge and skills, adequate resource staff, drugs, supplies, equipment, and transport, etc. Safe and clean workplace, opportunity to frequently improve himself or herself, is well paid and reward for good work. നോക്കിയപ്പോ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് എന്താ ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി കെയർ, നല്ലൊരു പരിചരണം, ഗുണമേന്മയുള്ള ഒരു പരിചരണം നൽകാൻ കഴിയും അദ്ദേഹത്തിന്. അതിനുള്ള ഒരു she has എന്തൊക്കെയാ, സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ്, അതിനുള്ള നോളജ് ആ ഒരു നല്ലൊരു ക്വാളിറ്റി കെയർ നൽകുന്നതിന് ആവശ്യത്തിനുള്ള നോളജ്, സ്കിൽസ്, അതിനുള്ള അറിവുകള്, പിന്നെ ആവശ്യത്തിനുള്ള റിസോഴ്സുകള്, സ്റ്റാഫ്, ആഡിക്വേറ്റ് റിസോഴ്സ് സ്റ്റാഫ്, ഡ്രഗ്സ്, മരുന്നുകള്, സപ്ലൈകള്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട്, എക്സെട്ര. അപ്പൊ അതിലുള്ള ഒരു നല്ലൊരു നോളജ്, സ്കിൽസും അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നല്ല സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്ത്, നല്ല മരുന്നുകൾ കൊടുത്ത്, സപ്ലൈകൾ നടത്തി, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട്, ഇതെല്ലാം കൊടുത്ത് ഈ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നോക്കിയേ, സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, സുരക്ഷിതവും ക്ലീൻ ആയിട്ടൊരു അന്തരീക്ഷം അദ്ദേഹത്തിന്, ജോലി അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹിയർസെൽഫ്. അപ്പൊ ഓരോരുത്തർക്കും പരസ്പരം സ്വയമേ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നൽകുക. അപ്പൊ അവര് ചെയ്യുന്ന ജോലിക്ക് ഇപ്പൊ നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട്, ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡ് ഫോർ ഗുഡ് വർക്ക്. നല്ല ജോലിക്ക് നല്ല റിവാർഡ് കൊടുക്കാം, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അവർ ഓരോന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ റിവാർഡുകൾ സ്റ്റാഫുകൾക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് അപ്പൊ അങ്ങനെ ആ ഒരു റിവാർഡ് അവർക്ക് കിട്ടുമ്പോൾ അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ അവര് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ അത് മോശമുള്ളവര് ഒന്നുകൂടി ഒരു ഇംപ്രൂവ് ചെയ്യാനുള്ള അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിലൂടെയൊക്കെ ഈ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്താ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിനകത്ത്. സഫിഷ്യന്റ് നോളജ്, സ്കില്ല്, ആഡിക്വേറ്റ് റിസോഴ്സ് സ്റ്റാഫ്, ഡ്രഗ്സ്, എക്യുപ്മെന്റ്സുകള്, ട്രാൻസ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, ഓപ്പർച്യൂണിറ്റി ടു, അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നതിലൂടെയും അവർക്കിടെ നല്ല വർക്കിന് റിവാർഡ് കൊടുക്കുന്നതിലൂടെയും എല്ലാം ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയത് ഹെൽത്ത് കെയർ മാനേജർ. ഹെൽത്ത് കെയർ മാനേജറിന് എങ്ങനെയാണ്? The health care manager considers quality care as managing efficiently the resource of the health facility. Health staff attaining
set target. Health staff being frequently supported and supervised, having ample and competent staff to provide care, staff being disciplined, providing necessary resource for work. ഈ ഹെൽത്ത് കെയർ മാനേജറിന് ഒരു ഗുണമേന്മയുള്ള ഒരു പരിചരണം നൽകാൻ കഴിയും. അത് ഏതൊക്കെയാണെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഫസ്റ്റത്തെ എന്താ പറഞ്ഞേക്കുന്നത്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആ റിസോഴ്സുകൾ അത് ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ കണ്ടോ കാരണം ഹെൽത്ത് ഫെസിലിറ്റിയിലെ റിസോഴ്സുകള് അത് എഫിഷ്യന്റ്ലി ഒരു ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ചെയ്യുക. ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്. Health staff being frequently supported and supervised. Health staffine നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുക. ഹെൽത്ത് സ്റ്റാഫിനെ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. being frequently supported and supervised. Health staffine ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക. having ample and competent staff to provide care. ഹെൽത്ത് സ്റ്റാഫിന്റെ ആ ഒരു കെയർ കൊടുക്കാൻ അതിന് ആമ്പിൾ എന്ന് വെച്ചാൽ മതിയായത്, അതിന് ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെ അല്ലെങ്കിൽ അതിന് കഴിവുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യാം. ആ സർവീസ് ചെയ്യുന്നതിന് അതിന് കഴിവുള്ളതും അത് ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യാം. സ്റ്റാഫ് ബി ഡിസിപ്ലിൻഡ്. സ്റ്റാഫുകളെ അച്ചടക്കത്തോടെ കെയർ ചെയ്യാം. provide necessary resource for work. ആ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള ആ റിസോഴ്സുകൾ, അതിന് വേണ്ട വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും എല്ലാം ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സംവിധാനങ്ങളുടെ ഈ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് അത് ആ ഒരു ഇത് 3 പേരുകളൊന്ന് നിങ്ങൾ നോക്കി വെക്കാം കേട്ടോ. each of this group may hope for different things from the health services. അപ്പൊ ഇവർക്കെല്ലാം ഈ ഒരു നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ ഓരോരുത്തരുടെയും പങ്ക്. അപ്പൊ അതിൽ ആർക്കൊക്കെ റോൾ ഉണ്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആർക്കൊക്കെ അവിടെ റോൾ ഉണ്ട്? പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന് ഒരു റോൾ ഉണ്ട്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ഒരു റോൾ ഉണ്ട്, ഹെൽത്ത് കെയർ മാനേജറിന് ഒരു റോൾ ഉണ്ട്. ഇവർക്ക് 3 പേരും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈ 3 പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അതിന്റെ ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് 3 എണ്ണം ഒന്ന് നോട്ട് ചെയ്തിട്ടേക്ക് അവിടെ. ഇനി അടുത്തത് അക്രഡിറ്റേഷൻ. ഇതൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ഇതുപോലെ ഞാൻ എടുക്കുമ്പോ തന്നെ പറഞ്ഞു തരാം കേട്ടോ, ഏതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നത്. അക്രഡിറ്റേഷൻ കേട്ടിട്ടുണ്ടോ? അവയുടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാ ഈസ് എ പ്രോസസ് in which an entity, ഒരു സ്ഥാപനം, separate and distinct from the healthcare organization, normally non-governmental. എന്നുവെച്ചാൽ എന്താ, നമ്മള് ഇതൊരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗികമായി അംഗീകാരം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഒരു അംഗീകാരം നൽകുന്ന പ്രവൃത്തിയാണ്. അതൊരു സ്ഥാപനം ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നോർമലി നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു സ്ഥാപനം അതിന് എന്താ ഒരു ഔദ്യോഗികമായി ഒരു അംഗീകാരം കൊടുക്കുന്ന പ്രവൃത്തിയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഒരു സെന്റൻസ് അവിടെ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ, അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അക്രഡിറ്റേഷൻ ഈസ് the act of granting credit, granting granting credit,
CREDIT, granting credit or recognition. അംഗീകാരം RECOGNITION, recognition. Accreditation is the act of granting credit or recognition to an institution, that maintains suitable standards. Suitable, SUITABLE, suitable standards. എന്താ പറഞ്ഞേക്കുന്നേ? Accreditation is the act of granting credit or recognition to an institution that maintains suitable standard. ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനത്തിന് ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു അംഗീകാരം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലാവട്ടെ, അവർക്ക് ഇപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അവിടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചില ഓർഗനൈസേഷനുകളിൽ അവർക്ക് ഔദ്യോഗികമായി അവർക്കുടെ ഒരു അംഗീകാരം കൊടുക്കുന്നു. അതാണ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇന്ത്യയിൽ. 21 അക്രഡിറ്റ് ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ അവിടെ വരുന്നുണ്ട്. എന്തായാലും ഇത്രയാണ് ഉദ്ദേശിക്കുന്ന അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഔദ്യോഗിക ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു അംഗീകാരം. അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അംഗീകാരം നൽകുന്ന പ്രവൃത്തി. അതിനകത്ത് 2-3 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. നോക്കിയേ. Assess the healthcare organization to decide if it meets a set of needs or standards planned to improve the safety and the quality of care. ഓക്കെ, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ് എന്താണ് അവിടെ? ഒരു ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ സുരക്ഷയും ഒരു ക്വാളിറ്റിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങള് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ. അസസ് ദ ഹെൽത്ത് കെയർ ഒന്നുകൂടി പറയാം. എന്താണ് അക്രഡിറ്റേഷൻ എന്നുള്ളത്? മനസ്സിലായല്ലോ. എന്താണ്? ഇപ്പൊ നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിക്കുന്നത്, അവിടെ ആ ക്വാളിറ്റി, ആ ഹോസ്പിറ്റലിൽ അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചില ഓർഗനൈസേഷനുകൾ ഒരു അംഗീകാരം കൊടുക്കും. അതിന് നമുക്ക് നാബ് പഠിക്കാനുണ്ട്, JCI പഠിക്കാനുണ്ട്. അത് നാഷണൽ ഇന്റർനാഷണൽ ലെവലുകൾക്കൊക്കെ ആ ഹോസ്പിറ്റലിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവര് എന്ത് ചെയ്യുന്നു? ഒരു അംഗീകാരം നൽകുന്നു. നമ്മൾ പറയില്ലേ, അത് ഈ JCIയുടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് അവരുടെ ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കും. അപ്പൊ അത് ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? നമുക്ക് ഉറപ്പാണ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു ബഹുമതി, ഒരു അംഗീകാരമാണ്. അത് കൊടുക്കുന്നതിനാണ്, അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2-3 പോയിന്റ്സ് ആയിട്ട് വീണ്ടും തന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഇത് പറഞ്ഞേക്കുന്നത് അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് if it meets a set of needs or standards planned to improve the safety and the quality of care. ഇവിടെ ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ സുരക്ഷയും, ക്വാളിറ്റി ഓഫ് കെയർ പരിചരണത്തിന്റെ ക്വാളിറ്റി, ആ ഒരു സുരക്ഷയും ആ ക്വാളിറ്റിയും, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ എന്നുണ്ട്. ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. പരിചരണത്തിന്റെ സുരക്ഷയും ക്വാളിറ്റിയൊക്കെ എന്ത് ചെയ്യുന്നത്? ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അത് മെച്ചപ്പെടും. ഇംപ്രൂവ് ദ സേഫ്റ്റി, അവർക്കുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാണ് അവിടെ കൂട്ടുക ചെയ്യുന്നത്. അത് ഈ ക്വാളിറ്റി എന്ത് ചെയ്യാണ്? അവിടെ ഇംപ്രൂവ് ചെയ്യാണ്. അക്രഡിറ്റേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി അവര് 100% പക്കയാണ്, എല്ലാം നീറ്റ് ആണ് എന്ന് അറിയാം. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റി എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു.
സേഫ്റ്റി കൂടുകയാണ് പേഷ്യൻസിന്. പിന്നെ വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവിടെ ഇല്ല. എല്ലാം 100% ക്വാളിറ്റി ആണ് എന്നുള്ളത് പറയാം. അപ്പൊ ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങള് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ. ആവശ്യങ്ങള് അപ്പൊ അവര് ഇന്ന കുറെ നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ അതിനകത്ത്. അക്രഡിറ്റേഷൻ കൊടുക്കണേന്റെ ഓരോ ഇത് 32 മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇതിനകത്ത്. നാമിൽ ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന നാവിക് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഇത് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ 32 ഫോർമുലാസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം ഹോസ്പിറ്റലിൽ അപ്പൊ അതിന്റെ ഓരോന്നും പെർസെന്റേജ് നോക്കിയിട്ട് അതെല്ലാം ഹോസ്പിറ്റലിൽ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. നാബ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നാബ് അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലുകൾക്ക് എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? അവര് ഒരു പ്ലാൻ ചെയ്തിട്ടില്ല ഈ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങള് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ അവര് എല്ലാ കാര്യങ്ങളും ഇത് അവർ പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ അക്രഡിറ്റേഷൻ കിട്ടി അല്ലെ, ഔദ്യോഗികമായ അംഗീകാരം കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഹോസ്പിറ്റലിന് എന്താണ് സേഫ്റ്റി ക്വാളിറ്റി ഓഫ് കെയർ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങൾ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ. രണ്ടാമത്തെ നോക്കിയേ, അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സ്വമേധയുള്ളതാണ്, ആരുടെയും പ്രേരണയും കൊണ്ട് കൊടുക്കുന്നതല്ല. കുറച്ച് പൈസ കൊടുത്ത് അല്ലെങ്കിൽ റെക്കമെൻഡേഷനിൽ അവിടെ അക്രഡിറ്റേഷൻ കിട്ടൂല. ഇറ്റ് ഈസ് യൂഷ്വലി വോളണ്ടറി. അത് സ്വമേധയുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് ആരുടെയും പ്രേരണ ഒന്നും കൂടാതെ തന്നെ ആണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. മനസ്സിലാവല്ലേ നിങ്ങൾക്ക്? വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയുള്ളതാണ്. കുറച്ച് പൈസ കൊടുത്താൽ കിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത അക്രഡിറ്റേഷൻ കിട്ടൂല. അവര് പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സുകള് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, ഈ അക്രഡിറ്റേഷൻ അവര് കൊടുക്കുള്ളൂ. ആ ഒരു ഓർഗനൈസേഷൻ ആ ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ മാനദണ്ഡങ്ങളെല്ലാം നോക്കി ആരുടെയും പ്രേരണ ഒന്നും കൂടാതെ തന്നെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞേക്കുന്നത്, അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി എന്നൊന്നും പറയുന്നുണ്ട്. ഇനി നോക്കിയേ, ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് ആൻ ഇഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂൾ. അടുത്തെന്താ പറഞ്ഞത്, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. It has gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും, അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക, ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ അക്രഡിറ്റേഷൻ കൊടുക്കുക എന്നുള്ളത് എന്താ, ഒരു ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിനകത്ത് അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. പിന്നെ അക്രഡിറ്റേഷന്റെ ആ ഒരു ഡെഫിനിഷനിൽ നോക്കി വെക്കുക. ആ ഡെഫിനിഷൻ തന്നിട്ട് നമുക്ക് അത് എന്താന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്തായാലും ആ ഹോസ്പിറ്റലുകൾക്കൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന പല ഓർഗനൈസേഷനുകളും കൊടുക്കുന്ന ഒരു അംഗീകാരം, ആ അംഗീകാരം കൊടുക്കുന്നതിനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. മീനിങ് ഔദ്യോഗികമായ അംഗീകാരം നൽകുന്ന പ്രവൃത്തി, അതാണ് അക്രഡിറ്റേഷൻ. ഓക്കെ, ഇനി ഇവിടെ ഇത് പഠിക്കണം നിങ്ങൾ. ബെനിഫിറ്റ്സ് ആണ്. അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് ടിക്കറ്റ് വെച്ചോട്ടോ, അത് ചോദിക്കാറുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ: ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. ഫസ്റ്റത്തെ പോയിന്റ് എന്താ? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക.
അപ്പൊ ഞാനിപ്പോ ആ ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ നാബ് അല്ലെങ്കിൽ ജെൻസിയ അക്രഡിറ്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വിശ്വാസം മെച്ചപ്പെടുകയാണ് അല്ലെ. പൊതുവിശ്വാസം, ആ ഹോസ്പിറ്റലിനോടുള്ള വിശ്വാസം ഇംപ്രൂവ് ചെയ്യും, വർദ്ധിക്കും. പിന്നെ നമുക്ക് നോക്കണ്ട, എല്ലാം ഓക്കെയാണ് അല്ലെ, എല്ലാം ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ എല്ലാം ക്വാളിറ്റി ആണ് അല്ലെ, എല്ലാം നീറ്റ് ആയിട്ട് പോകുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം മെച്ചപ്പെടുത്തുന്നതിന് ഈ അക്രഡിറ്റേഷന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക. Okay, second of all, provide a safe and efficient work environment. Provide safe, സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാം അല്ലെ. സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, എല്ലാം നീറ്റ് അല്ലേ, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ ആ വർക്ക് എൻവയോൺമെന്റ് ഒരു സേഫ്, അത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോ അല്ലെങ്കിൽ പേഷ്യൻസിനോ വേറെ ആർക്കും ഒരു ദോഷമൊന്നും ഇല്ലാത്ത രീതിയിൽ സേഫ് ആയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്, ഒരു പേയ്മെന്റ് സോഴ്സുമായിട്ട് ചർച്ച നടത്താം. അടുത്തത് ബെനിഫിറ്റ്, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്, ഒരു പേയ്മെന്റ് സോഴ്സുമായിട്ട് ചർച്ച നടത്താം. അടുത്ത നോക്കിയേ, ലിസൺ ടു പേഷ്യന്റ് ആൻഡ് their families, respect their right and involve them in the care process as partners. Okay, അടുത്ത ഈ പേഷ്യൻസിനെ ലിസൺ ടു പേഷ്യന്റ് ആൻഡ് their families, respect their right and involve them in the care process as partners. പേഷ്യൻസിനെ ശ്രദ്ധിക്കുകയും അവരുടെ ഫാമിലീസിനെയൊക്കെ അവരുടെ അവകാശങ്ങളെയൊക്കെ മാനിക്കുകയും ഒരു കെയർ പ്രോസസ്സിൽ പാർട്ട്ണറായിട്ട് അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പൊ അതായത് അവരുടെ ആ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ അവകാശങ്ങൾ എന്താണ്, അതിനൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്യുന്ന, അവരുടെ അവകാശങ്ങളെ മാനിക്കുകയും ഒരു കെയർ പ്രോസസ്സിൽ അവരെ ഒരു പാർട്ട്നേഴ്സ് ആയിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യാൻ പറ്റും. ഇൻവോൾവ് ദം ദ കെയർ പ്രോസസ് ആസ് എ പാർട്ട്നേഴ്സ്. അവരുടെ പേഷ്യൻസിന്റെയും ഫാമിലീസിന്റെയും അവകാശങ്ങളെ മാനിക്കുകയും ആ ഒരു കെയർ പ്രോസസ്സിൽ അവരെ പാർട്ട്ണർ ആക്കുകയും ചെയ്യാം, ഇൻവോൾവ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്, ഒരു പഠിക്കാനായിട്ട് ഒരു തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കാം. ജനറേറ്റ് എ കൾച്ചർ, നല്ലൊരു സംസ്കാരം സൃഷ്ടിക്കാം. നെക്സ്റ്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. എന്താ കൊളാബറേറ്റ് എന്ന് വെച്ചാൽ സഹകരണ നേതൃത്വവും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ലീഡർഷിപ്പും സ്ഥാപിക്കാം. എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. ഈ 6 പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്, ലിസൺ ടു പേഷ്യന്റ് ആൻഡ് their families, respect their right and involve them in the care process of partners, generate a culture that is open to learning, establish collaborate leadership and continuous leadership. അഞ്ചാമത്തേനോ അഞ്ചാമത്തെ പറഞ്ഞ ജനറേറ്റ് എ കൾച്ചർ, അതായത് ഒരു കൾച്ചർ സൃഷ്ടിക്കാം, ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ പറ്റുമെന്നാ പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ 6ാമത്തെ പോയിന്റിൽ എന്താ, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റ് ലീഡർഷിപ്പ് എന്നുവെച്ചാൽ ഒരു സഹകരണ നേതൃത്വവും, കൊളാബറേറ്റ് ഒരു സഹകരണ നേതൃത്വവും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ലീഡർഷിപ്പും സ്ഥാപിക്കാം എന്നുള്ളത്. ഇതൊക്കെ അക്രഡിറ്റേഷന്റെ ഒരു ബെനിഫിറ്റ്സിൽ വരുന്നതാണ്. 6 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത് ഇനി അടുത്തതാണ്, അതിന്റെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എക്സാമിന് ചോദിക്കാറുണ്ട്, അത് നോട്ട് ചെയ്തിടുക. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ലെവലില് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ലെവലില് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലെവലില്
ഓക്കെ. ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. ഇതെന്തിനാ? മെഡിക്കൽ സേവനങ്ങൾക്കാണ്, മെഡിക്കൽ സർവീസിനാണ് അംഗീകാരം കൊടുക്കുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്കും പ്രോഗ്രാമുകൾക്കും ഒക്കെ അംഗീകാരം നൽകുന്ന ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. ഇത്രയും നോക്കുക. JCIയുടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കുക. JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇതെന്താണ്? ഒരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എന്താ ഒരു അഡ്വൈസറി ഒരു സർവീസുകൾ കൊടുക്കും, ഒരു ഉപദേശ സർവീസുകൾ കൊടുക്കുന്നുണ്ട്, പബ്ലിക്കേഷൻസ് ഈ ക്വാളിറ്റി ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിനകത്ത് വരുന്ന ആ ഒരു കീ പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു എന്താ ഒരു നമുക്കൊരു പബ്ലിക്കേഷൻസ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. JCI അവർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവര് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റല് എല്ലാവരും ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവര് ഇന്റർനാഷണൽ ലെവലില് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ടോപ്പ് റാങ്കില് നമ്മൾ കൊടുക്കുന്ന അവര് കൊടുക്കുന്ന ഒരു അംഗീകാരം ഇല്ലേ, അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സീൽ അപ്രൂവൽ ആട്ടോ. ഇതിനകത്തില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. ഗോൾഡ് സീൽ അപ്രൂവൽ ഏറ്റവും ടോപ്പ് റാങ്കില് അവർ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഗോൾഡ് സീൽ അപ്രൂവൽ. ഓക്കെ, പോയിന്റ്സ് നോക്കി. JCI Joint Commission International. JCI Joint Commission International was established in the late 1990s to observe hospital outside the United States. JCI 1990 അവസാനത്തില് ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI, which is also not for profit. അതായത് ഇവിടെ എന്താ, ഇസ് എ നോട്ട് പ്രോഫിറ്റ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ ആണ്. നോട്ട് പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ലാഭേച്ഛയില്ലാതെ. Presently accredit facilities in Asia, Europe, the Middle East and South America. ലാഭേച്ഛയില്ലാതെ നിലവില് ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ ഉള്ള സൗകര്യങ്ങൾക്ക് അത് അംഗീകാരം നൽകുന്നു. A count of JCI accredited hospital worldwide as listed on the JCI website in 2015 shows a number of the note 820 hospitals in 47 and above countries. JCI accredited hospitals കേട്ടോ. 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലായിട്ട് 820 ഹോസ്പിറ്റലില് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകളാണ്. A count of JCI accredited hospital worldwide shows 820 hospitals in 47 and above countries. 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലുമായിട്ട് 820 ഹോസ്പിറ്റലുകൾ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. In 21 in India, അതില് 21 ഇന്ത്യയിലുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേ. 21 ഹോസ്പിറ്റല് ഇന്ത്യയിലുണ്ട്. അത് രണ്ടും നമ്പർ നോക്കി വെക്കുക കേട്ടോ. എല്ലാ മൊത്തം കൺട്രീസില് നമ്മൾ 820 ഹോസ്പിറ്റല്, അതില് 21 ഹോസ്പിറ്റല് ഇന്ത്യയിലുള്ളതാണ്. അടുത്ത നോക്കിയേ, JCI സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? എക്സ്പാൻഡഡ് ഫോം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങള് ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. ഈസ് നമ്മുടെ 47 ആൻഡ് എബോവ് കൺട്രീസില് 820 ഹോസ്പിറ്റലുകൾ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞു. അതില് 21 ഇന്ത്യയിലുണ്ടെന്നും പറഞ്ഞു അല്ലെ. ഇനി അടുത്ത JCIയുടെ എക്സ്പാൻഡഡ് ഫോം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അപ്പോളോ ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലുള്ള, രാജഗിരി ഹോസ്പിറ്റല്,
അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ഇൻ പാലക്കാട്, ഇതൊക്കെ ചില എക്സാമ്പിൾ ആട്ടോ. JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇന്ത്യയിൽ 21 എക്സാമ്പിൾ ഒന്നും ചോദിക്കൂല. 21 ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളത് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എക്സ്പാൻഡഡ് ഫോം നോക്കാം. ഇറ്റ് ഈസ് എ US based non for profit accreditation body which sets and addresses standards for the healthcare providers level of performance in key functional areas like patient right, patient treatment and infection control. ഇതൊരു US based non profit accreditation body ആണ് പറയുന്നത് അല്ലെ. US based നോൺ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഇത് ലാഭത്തിന് വേണ്ടി അല്ലാതെ നമ്മൾ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിനകത്ത് അവരുടെ പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങള് ലൈക്ക് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യൻസിന്റെ അവകാശങ്ങള്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നിവ പോലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങള് ഈ ആരോഗ്യ മേഖലയിലുള്ള ഈ ഒരു ഈ ഒരു 3 കാര്യങ്ങൾ, പേഷ്യന്റ് റൈറ്റ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങിയ പ്രവർത്തന മേഖലകളിലെ പ്രകടന നിലവാരത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്ക് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ആ 3 പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങിയ പ്രധാന പ്രവർത്തന മേഖലയിലുള്ള പ്രകടന നിലവാരത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന് ഓരോ സ്റ്റാൻഡേർഡുകൾ, ഓരോ മാനദണ്ഡങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അല്ലെങ്കിൽ അതിലേക്ക് നമ്മള് ഡീറ്റെയിൽ നമ്മൾ അന്നേരം പറയാം. അപ്പൊ അതില് ഓരോ മാനദണ്ഡങ്ങളും അത് ആ ഇതിനെ ഓരോന്നിനെ ബേസ് ചെയ്തിട്ട് ഓരോ മാനദണ്ഡങ്ങളുണ്ട്. അത് നിശ്ചയിക്കുക, എന്തൊക്കെയാണെന്നുള്ള അത് നിശ്ചയിക്കുകയും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. JCI goal is to improve the quality of health care in international community by giving worldwide accreditation service. Underline ചെയ്തിട്ട് സെന്റൻസ്. JCIയുടെ goal എന്താ? Improve the quality of health care in the international community. ലോകമെമ്പാടുമുള്ള ഒരു അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിയിട്ട് അന്താരാഷ്ട്ര സമൂഹത്തില്, ഇന്റർനാഷണൽ ലെവലില് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് JCIയുടെ ഗോൾ എന്ന് പറയുന്നത്. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഗോൾ എന്താന്നുള്ളത്? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തുക ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില്, അന്താരാഷ്ട്ര സമൂഹത്തില് ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് JCIയുടെ ഗോൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, JCI standards would take us improved patient care, safety and a path of continuous quality improvement. JCI മാനദണ്ഡങ്ങള് ഞങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് ആ പേഷ്യൻസിന്റെ സുരക്ഷയിലേക്ക്, സേഫ്റ്റിയിലേക്ക്, തുടർച്ചയായ ഗുണനിലവാരത്തിലേക്കും കൊണ്ടുപോകുന്നു. അപ്പൊ അതായത് ഈ ഓരോ മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടല്ലോ. അത് എന്തിനു സഹായിക്കും? ഹോസ്പിറ്റലില് പേഷ്യന്റ് കെയർ, രോഗി പരിചരണം കൂട്ടാനായിട്ട്, പേഷ്യൻസിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ JCIയുടെ അവര് ആ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഈ അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഹോസ്പിറ്റൽ ഉള്ളിടത്തോളം കാലം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകില്ല. ഓരോ 3 വർഷം കൂടുമ്പോൾ അവരാ എന്തൊക്കെയാണോ ആ അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള മാനദണ്ഡങ്ങൾ അത് പരിഷ്കരിക്കും. അതിനനുസരിച്ച് വീണ്ടും റീ അക്രഡിറ്റേഷൻ, അവർക്ക് വീണ്ടും അക്രഡിറ്റേഷൻ കൊടുക്കുക. ഓരോ 3 വർഷം കൂടുമ്പോൾ ഈ JCI അവരുടെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനും പേഷ്യന്റ് സേഫ്റ്റി കൂട്ടാനും ഉള്ള ഒരു ഇതിലേക്ക് ഈ അക്രഡിറ്റേഷൻ എന്നുള്ളത് കൊണ്ടുപോകും. This would strengthen patient, third party and the insurance confidence, would provide a
കോമ്പറ്റേറ്റീവ് എഡ്ജസ്. ഇതെന്താ? പേഷ്യൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കോൺഫറൻസുകള്, കോൺഫിഡൻസ്, ഇൻഷുറർ കോൺഫിഡൻസ്, ഇൻഷുററിന്റെ കോൺഫിഡൻസ്, ഇതെല്ലാം ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുകയും അവർക്കൊരു എന്താണ് ഒരു നേട്ടം, they would provide as a competitive edges, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള നേട്ടം കൈവരിക്കുകയും ചെയ്യുന്നു. JCI accreditation is a gold standard for quality since it reflects the provision of highest level of patient care and patient safety. ഇതൊക്കെ തന്നെ വീണ്ടും പറയുന്നത് JCIയുടെ അക്രഡിറ്റേഷൻ ഒരു ഗുണമേന്മയുള്ള ഒരു സുവർണ നിലവാരമാണെന്ന്. is a gold standard for quality. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ, JCI accreditation is the gold standard for quality. The gold standard for quality. Since it reflects the provision of highest level of patient care and patient safety. നല്ല ലെവലില് പേഷ്യന്റ് രോഗി പരിചരണോ പേഷ്യന്റിന്റെ സേഫ്റ്റി ഇതൊക്കെ നല്ല ഉയർന്ന ലെവലിൽ കൊടുക്കുന്ന ഒരു വ്യവസ്ഥ അവർ ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുണമേന്മയുടെ ഒരു സുവർണ നിലവാരമാണ് JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന തരത്തിലുള്ള രോഗി പരിചരണവും പേഷ്യന്റ് സേഫ്റ്റിയും JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആ ഹോസ്പിറ്റലുകൾക്ക് അവരവിടെ എന്ത് ചെയ്യുന്നു, അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു, എത്ര ഹോസ്പിറ്റലുകളുടെ നമ്പർ നമ്മൾ പറഞ്ഞു, അതിന്റെ ഗോള് JCIയുടെ ഗോൾ എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ അടുത്തത് JCI ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി, ക്വാളിറ്റിക്കുള്ള ഒരു JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഗുണമേന്മയുടെ ഒരു സുവർണ നിലവാരമാണ്. അത്രയും ആണ് ആ ഒരു സെക്ഷനിൽ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് JCI accreditation. JCI accredit 8 type of health program. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റ് കൊടുക്കുന്നു, അംഗീകാരം നൽകുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടേ, അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. JCI accredit ഡാഷ് ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രോഗ്രാം. എത്ര തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്കാണ്? 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നു. അത് എവിടേക്കാന്ന് നോക്കിയേ. ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, അപ്പൊ അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, അത് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഏതൊക്കെ പ്രോഗ്രാമുകൾക്കാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ പേഷ്യന്റ് കെയറിനൊപ്പം തന്നെ അക്കാദമിക് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഹ്യൂമൻ സബ്ജക്ട് റിസർച്ചുകൾ ഇതെല്ലാം വരുന്ന ഇതാണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ. അവിടെ അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. പിന്നെ അടുത്ത ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. ആംബുലേറ്ററി കെയർ എന്താ? ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ കെയർ പ്രൊവൈഡഡ് ബൈ എവിടെ നിന്ന് കൊടുക്കുന്നതാണ്? ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. പഠിച്ചില്ലേ ആംബുലേറ്ററി കെയർ? പഠിച്ചിട്ടില്ലേ? ആരും ഇല്ലേ ക്ലാസ്സില്? പഠിച്ചോ? ആംബുലേറ്ററി കെയർ എന്നുള്ള വേർഡ് നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചോ? ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ എന്താ? കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. അതാണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾക്ക് അംഗീകാരം നൽകുന്നുണ്ട്. ക്ലിനിക്കൽ ലാബോറട്ടറീസുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഹോം കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ, പ്രൈമറി കെയർ സെന്റേഴ്സ്. ഇങ്ങനെ 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പഠിച്ചത് വേഗം നോക്കി. ഹോസ്പിറ്റലുകള്
അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകള്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി, ക്ലിനിക്കൽ ലാബോറട്ടറി, ഹോം കെയർ ഫെസിലിറ്റി, ലോങ് ടേം കെയർ ഫെസിലിറ്റികൾക്ക്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സ്. ഇത്രയും പ്രോഗ്രാമുകൾക്ക് JCI ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? ഡീറ്റെയിൽ ഒന്നും ഇനി ഓരോന്നിന്റെ നോട്ടൊന്നും തന്ന ഡീറ്റെയിൽ പറയല്ല, അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ നോട്ട്സുകളൊന്നും കൂടുതൽ തരാത്തത്. അപ്പൊ ഇതിനകത്ത് ഇത് ഷുവറായിട്ട് ചോദിക്കും കേട്ടോ. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാം ഏതൊക്കെയാണെന്നുള്ള പേര് നോട്ട് ചെയ്തിടാം. അവിടെ ഇമ്പോർട്ടന്റ് എന്ന് നോട്ട് ചെയ്തിട്ട് അത് മിക്കവാറും തന്നെ ചോദിക്കാറുണ്ട്. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾ ഏതൊക്കെ പ്രോഗ്രാമുകൾക്ക്, ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട് എന്നുള്ള 2 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, JCI 5th edition effective from 1st April 2014. 2014 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു JCIയുടെ 5th edition. JCI അത് നമ്മൾ പറഞ്ഞല്ലോ, പബ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ JCI സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അഡ്വൈസറി സർവീസ് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ പബ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് JCIയുടെ 5th edition അത് 2014 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അതില് 4 സെക്ഷൻ ആക്കിയ പറഞ്ഞേക്കുന്നത്. JCIയുടെ 5th editionല് എത്ര സെക്ഷൻ ഉണ്ട്? 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. ക്ലിയർ ആയോ? 4 സെക്ഷൻ. പബ്ലിക്കേഷൻസും JCI കൊടുക്കുന്നുണ്ട്. അതില് JCIയുടെ 5th editionനെ 4 സെക്ഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. ഈ 4 സെക്ഷന്റെ പേര് പഠിച്ചു വെക്കണം. സെക്ഷൻ 1 ഏതാ വന്നെ, സെക്ഷൻ 2 ഏതാ, സെക്ഷൻ 3 ഏതാ, സെക്ഷൻ 4 ഏതാ എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വരുന്നത് കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻ ഉണ്ടോ? JCIയുടെ 5th edition കൺസിസ്റ്റ് ഓഫ് 4 സെക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടെ, 4 സെക്ഷൻ ആണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. 5th edition 4 സെക്ഷൻ. നോക്കിയേ, അതിനകത്ത് സെക്ഷൻ 1 എന്താ പറയുന്നത്? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് APR. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ രോഗികളുടെയൊക്കെ പങ്കാളിത്ത ആവശ്യങ്ങൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങളില്ലേ, അതാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അക്രഡിറ്റേഷൻ കിട്ടുക? ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. ഇത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. 32 എണ്ണം നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഈ JCIയുടെ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് സെക്ഷൻ 1 വരുന്നത്. ക്ലിയർ ആയി നോക്കിയേ. ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ് APR. അതവിടെ നിന്ന് നോട്ട് ചെയ്തോ കേട്ടോ വേണമെങ്കിൽ. അക്രഡിറ്റേഷൻ കിട്ടുന്നതിനായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, അക്രഡിറ്റേഷൻ കിട്ടുന്നതിനായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 2 നോക്കിയേ. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്. പേഷ്യന്റിനെ, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതാണ് സെക്ഷൻ 2 വരുന്നത്. പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്. അടുത്ത് നോക്കിയേ. സെക്ഷൻ 3 consists of healthcare organization management standard. Healthcare organization management standard. Healthcare organization management മാനദണ്ഡങ്ങൾ വരുന്നതാണ് സെക്ഷൻ 3. Healthcare organization management അതിന്റെ മാനദണ്ഡങ്ങൾ വരുന്നതാണ് സെക്ഷൻ 3. Then section 4 എന്താ? Include academic medical center hospital standard. Section 4 എന്താണ്? അക്കാദമിക് മെഡിക്കൽ സെന്റർ മാനദണ്ഡങ്ങൾ ഇതിനകത്ത് അക്കാദമിക് ആയിട്ടുള്ളൂ.
അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകൾ സെക്ഷൻ 4 വരുന്നു. 4 സെക്ഷനിലും പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ സെക്ഷനിലും ഏതാ വന്നേന്നുള്ളതും ചോദിക്കാം. 5th എഡിഷൻ 4 സെക്ഷൻ. 4 സെക്ഷനിൽ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. അതിൽ ഓരോന്നിനും വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ഇതിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കേണ്ടത് വെച്ചാൽ എക്സ്പാൻഡഡ് ഫോം വേണമെങ്കിൽ ചോദിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ സെക്ഷൻ 2 വന്ന ഏതാ അങ്ങനെ ചോദിക്കാറില്ല. സെക്ഷൻ 4 സെക്ഷൻ പഠിച്ചു വെക്കണം. ക്ലിയർ ആവണ്ടോ നിങ്ങൾക്ക്? 4 സെക്ഷൻ നമ്മൾ പഠിച്ചു വെക്കണം. സെക്ഷൻ 1 എന്താ വരട്ടെ, സെക്ഷൻ 2 എന്താണ്, സെക്ഷൻ 3 സെക്ഷൻ 4 ഏതാണ് ഉൾക്കൊള്ളുന്നത് വരുന്നതെന്നുള്ളത് 4 പഠിച്ചു വെക്കാം. പിന്നെ ഇതിനകത്ത് നോക്കിയേ, സെക്ഷൻ 2 നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. അതില് വന്നേക്കുന്നത് IPSG. അവിടെ അതിന്റെ എക്സ്പാൻഡഡ് ഫോം കൊടുത്തിട്ടില്ല. അതൊന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കാം. പ്രിന്റ് നോട്ടിലേക്ക് എഴുതുക. ഇന്റർനാഷണൽ patient safety goal. International patient safety goal. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാട്ടോ. ഇതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തിനാണ്? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. ഫസ്റ്റ് ഏതാ? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഓരോന്നിന്റെയും നോട്ട് ചെയ്യണം കേട്ടോ. ജി അല്ലേ വന്നേക്കണേ? ഗോൾ ആണ് കേട്ടോ. ഗോൾ ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. GOAL ഗോൾ. ഗോൾസ് GOALS ഗോൾസ്. അടുത്തത് ACC access to care and continuity of care. ജസ്റ്റ് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കിയാൽ മതി അതിന്റെ കേട്ടോ. access to care and continuity of care. Then PFR patient and family rights. പേഷ്യൻസിന്റെ ഫാമിലിയുടെ അവകാശങ്ങൾ ഇതൊക്കെയാണ് PFR patient and family right. AOP assessment of patient. COP care of patient. ASC anesthesia and surgical care. Then MMU medication management and use. ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാട്ടോ. MMU എന്നുള്ളത് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. PFE patient and family education. PFE patient and family education. PFR patient and family rights. ഇത്രയും പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. അപ്പൊ ഈ ഓരോ സ്റ്റാൻഡേർഡുകൾ നമ്മൾ അതിനകത്ത് പല പല ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ മൊഡ്യൂളിലും പല പല ചാപ്റ്റർ ഇല്ലേ? ഓരോ സെക്ഷനിലും വീണ്ടും പല പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് ഇത്. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ചാപ്റ്റേഴ്സ് ആണിത്. IPSG, ACC, PFR, AOP, COP, ASC, MMU, PFE എന്നാണ്. അപ്പൊ അത് സെക്ഷൻ 2 വരുന്നത് നോക്കാം. ഒരു മിനിറ്റ് ഞാൻ തരാം, പെട്ടെന്ന് വായിച്ച് നിങ്ങളതൊന്ന്. എക്സ്പാൻഡഡ് ഫോം ആയിട്ടാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുള്ളൂ. 4 സെക്ഷനും പഠിച്ചു വെക്കണം. പിന്നെ അതിനകത്ത് എക്സ്പാൻഡഡ് ഫോം നോക്കിയാൽ മതി നിങ്ങൾ. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, ജസ്റ്റ് ഇനി അടുത്ത് നോക്കിയേ. സെക്ഷൻ 3 നമ്മൾ പറഞ്ഞു എന്താണ് വരുന്നത്. സെക്ഷൻ 3 കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡുകളാണ് സെക്ഷൻ 3 വരുന്നതെന്ന് പറഞ്ഞു. അതില് നമ്മൾ വരുന്നത് QPS
QPS, Quality Improvement and Patient Safety. QPS, Quality Improvement and Patient Safety. PCI, Prevention and Control of Infection. Infection prevent ചെയ്യാനും control ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. Laboratory. Prevention and Control of Infection. GLD, Governance, Leadership and Direction for Hospital and Academic Medical Institution. Governance, ഭരണം. Leadership എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം, ഡയറക്ഷൻ, ദിശ ഇതൊക്കെ അതിനകത്ത് വരുന്നു. ഹോസ്പിറ്റലുകളുടെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അടുത്ത FMS എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി, സൗകര്യങ്ങള്, ഫെസിലിറ്റി മാനേജ്മെന്റ്, സേഫ്റ്റി, സുരക്ഷ, ഇതൊക്കെ FMS. അടുത്ത നോക്കിയേ, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. SQE, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. Then Management of Information, MOI. ഇതെല്ലാം സെക്ഷൻ 3 വരുന്നതാണ്. സെക്ഷൻ 3 വരുന്നതാണ്. ഓക്കെ. സെക്ഷൻ 4 include അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകളാണ് സെക്ഷൻ 4 വരുന്നത്. അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPEയും ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം, HRPU, ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാംസ്. സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാംസ്, ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാംസുകൾ. ഓക്കെ. അപ്പൊ അത്രയും 4 സെക്ഷനുകളും തന്നേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നോക്കി? 4 സെക്ഷന് അതിന്റെ ഓരോന്നിന്റെ ഉള്ളിൽ വരുന്ന പല ഓരോ സ്റ്റാൻഡേർഡ്സ്, ഓരോ സെക്ഷനെ വീണ്ടും വീണ്ടും പല ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ഓരോ ഇതും ഒക്കെ നമുക്ക് എന്താ ഡീറ്റെയിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് അങ്ങനെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ അതിനകത്ത് 4 സെക്ഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരാറുള്ളത് ഇതിനൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ഏതെങ്കിലും എക്സ്പാൻഡഡ് ഫോം ഒക്കെ ആയിട്ടാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ MMU എന്നുള്ളത് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, മരുന്നുകള്, അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ ഉപയോഗം, അതൊക്കെ വരുന്നത് MMU എന്നുള്ളത്. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ വേഗം. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. 5th എഡിഷൻ ആ 4 സെക്ഷനും പഠിക്കണം. 5th എഡിഷനെ 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. 5th എഡിഷൻ 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1 ഏതാണ്ട് നമ്മള് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് സെക്ഷൻ 1 പറഞ്ഞേക്കുന്നത്. പബ്ലിക്കേഷനിൽ സെക്ഷൻ 1 പറഞ്ഞേക്കുന്നത് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങള്, അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഒക്കെ കിട്ടുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കിട്ടുന്ന കാര്യങ്ങള്. സെക്ഷൻ 2 പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. അതിനെ തന്നെ പല പല ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡിൽ തന്നെ പല ഇതുണ്ട്. അതിൽ ഓരോന്നിന്റെയും എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. IPSG, ACC, PFR, AOP, COP, ASC, MMU, PFP, Patient and Family Education. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി സെക്ഷൻ 3 നമ്മുടെ എത്രയാ വീണ്ടും അതിന് എന്താ 6 ചാപ്റ്റേഴ്സ് ആയിട്ട് 6 സ്റ്റാൻഡേർഡ്സിനെ 6 ചാപ്റ്റേഴ്സ് ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ 6 പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ സെക്ഷൻ 4 അക്കാദമിക് ആൻഡ് മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങളാണ് ഇതിൽ സെക്ഷൻ 4 വരുന്നത്. അതിലേതൊക്കെയാ? മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷനും ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാമും. അത് 2 ചാപ്റ്റേഴ്സ് ആയിട്ട് അത് വീണ്ടും തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് JCIയുടെ 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് കണ്ടെയ്ൻ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. JCI 5th edition of the hospital standards contain 5th edition 2 പ്രാവശ്യം ഉണ്ട് കേട്ടോ. അതിൽ ഓർമ്മ വെട്ടിക്കളഞ്ഞേരെ കേട്ടോ. JCI 5th edition of the hospital standards contain എത്രയുണ്ട്?
എത്ര സ്റ്റാൻഡേർഡ്? 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലമെന്റ്സും. മെഷറബിൾ ഇലമെന്റ്സ് എന്ന് വെച്ചാൽ അളക്കാവുന്ന ഘടകങ്ങള് 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സും വരുന്നുണ്ട്. 5th എഡിഷനില് JCI 5th edition of the hospital standard contain 285 standards and 1160 measurable elements. Measurable elements എന്ന് പറഞ്ഞാൽ എന്താ? അളക്കാവുന്ന ഘടകങ്ങള്, മെഷറബിൾ ഇലമെന്റ്സും വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ്സിന്റെ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the standard will be re-examined and published at least every 3 years. എത്ര വർഷം കൂടുമ്പോഴാ? ഓരോ 3 വർഷം കൂടുമ്പോഴും റീ-എക്സാമിൻ ചെയ്ത് പുനഃപരിശോധന നടത്തുന്ന ഓരോ സ്റ്റാൻഡേർഡ്സുകളും ഓരോ മാനദണ്ഡങ്ങളും ഈ JCI 3 വർഷം കൂടുമ്പോൾ റീ-എക്സാമിൻ ചെയ്യുന്നു, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. The standards will be re-examined and published at least every 3 years. Underline ചെയ്തിട്ട് ആ സെന്റൻസ്. The standards will be re-examined and published at least 3 years. ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ JCI മാനദണ്ഡങ്ങള് പരിശോധിക്കുകയും അത് എന്ത് ചെയ്യുന്നു? അത് പുനഃപരിശോധിക്കുക, റീ-എക്സാമിൻ പരിശോധിക്കുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു, പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഓരോ 3 വർഷം കൂടുമ്പോഴും JCI മാനദണ്ഡങ്ങള് റീ-എക്സാമിൻ ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത്രയും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി ഞാൻ ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. ഒരുപാട് എടുത്ത് പോകേണ്ട വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് ഇതാക്കി പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തത് ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് പറയാം. ഇതിനകത്തുനിന്ന് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റിയിൽ നമ്മൾ പറഞ്ഞതും ഓരോരുത്തരുടെയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഓരോരുത്തരുടെയും പങ്ക്. അപ്പൊ ആർക്കൊക്കെ റോൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ വരാതില്ല കേട്ടോ. ആർക്കൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന റോൾ ഉണ്ട്? ആർക്കൊക്കെ ഉണ്ട്? പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിനുണ്ട്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിനുണ്ട്, ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു പങ്ക് ഉണ്ട്. പിന്നെ നമ്മൾ അക്രഡിറ്റേഷനാ പറഞ്ഞത്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്നതാണ്. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഹോസ്പിറ്റലുകൾ അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു അംഗീകാരം, ഒരു ബഹുമതി, അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞായിരുന്നു, അതൊന്ന് നോട്ട് ചെയ്തിടുക, അക്രഡിറ്റേഷൻ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബെനിഫിറ്റ്സ്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അത് ആർക്കോൺസ് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ അടുത്തത് JCI ആണ്. JCIയുടെ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? JCIയുടെ 820 ഹോസ്പിറ്റലുണ്ട് മൊത്തം. 47 ആൻഡ് എബോ കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ 820 ഹോസ്പിറ്റല്, അതിൽ 21 ഹോസ്പിറ്റൽ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞു. JCIയുടെ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു. പിന്നെ ഗോള് നോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു, ഗോൾ എന്താണെന്നുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് JCI accreditation is the gold standard for quality. ക്വാളിറ്റി നൽകുന്ന ഒരു സുവർണ നേട്ടം, അതാണ് JCI accreditation എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. പിന്നെ JCI accreditation 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് അംഗീകാരം നൽകുന്നുണ്ട്. JCI അക്രഡിറ്റ് കൊടുക്കുന്നുണ്ട്, അംഗീകാരം കൊടുക്കുന്നുണ്ട്. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് അംഗീകാരം നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടെയൊക്കെയാണെന്നുള്ളത് പേരുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക, 8 എണ്ണത്തിന്. അത് പിന്നെ പറയുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് JCIയുടെ 5th എഡിഷൻ ആണ്. 5th എഡിഷൻ അതിന്റെ നമ്മൾ 4 സെക്ഷനുകളും ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതിന്റെ കീഴിൽ കുറച്ച് സ്റ്റാൻഡേർഡുകൾ, ഓരോ സെക്ഷന്റെയും കീഴിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങളെ എക്സ്പാൻഡഡ് ഫോം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ഇത് ഫുള്ള് കാണാതെ പഠിക്കേണ്ട. ഇതിൽ നിന്ന് എക്സ്പാൻഡഡ് ഫോം ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അഥവാ ഈ ഒരു സെക്ഷൻ ഇതിന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ സെക്ഷനുകളും ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഓരോ സെക്ഷൻ 1 വരുന്നേതാ, സെക്ഷൻ 2 വരുന്നേതാ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ബാക്കി തന്നെ
എക്സ്പാൻഡഡ് ഫോം ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എത്രയാ, 5th എഡിഷനില് 285 സ്റ്റാൻഡേർഡുകളും അതില് 1160 മെഷറബിൾ ഇലമെന്റ്സ്, അളക്കാവുന്ന ഘടകങ്ങൾ, മെഷറബിൾ ഇലമെന്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ JCI ഒക്കെ ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ മാനദണ്ഡങ്ങൾ ഈ എക്സാമിൽ പുനഃപരിശോധിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.